ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന, ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. ആ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ UK മലയാളികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ UK PR നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത്രയൊരു സന്തോഷം തരുന്ന അപ്ഡേറ്റ് അല്ല. നമ്മുടെ BBC ചാനലിനകത്ത് കൃത്യമായിട്ടൊരു അപ്ഡേറ്റ് അവർ പറഞ്ഞിരിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്ന നിയമം, വിസ നിയമം, അതായത് 10 വർഷമാക്കി കൂട്ടിയ ഈ വിസ നിയമം ഇവിടെ നിലവിലുള്ളവരെ ബാധിക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് നിലവിൽ ഇവിടെ PR ഇല്ലാതെ വിസയിൽ നിൽക്കുന്ന ആൾക്കാരെ ഈ നിയമം ബാധിക്കുമെന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അവർ വെറുതെ പറഞ്ഞിരിക്കുന്ന കാര്യമല്ല ഇത്. കാരണം ഭരണപക്ഷ പാർട്ടിയോട് ചോദിച്ചിട്ട് കറക്റ്റായിട്ടുള്ള മറുപടി മാത്രമാണ് ഇട്ടിരിക്കുന്നത്. അല്ലാതെ അവർ സ്വന്തമായിട്ട് ഒരു വാർത്ത ഉണ്ടാക്കി എഴുതി വിട്ടിരിക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ ഇതാരെ ബാധിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം ഉടൻ തന്നെ വരും. അപ്പോൾ അന്ന് കഴിയുമ്പോൾ നമുക്കത് വീഡിയോസ് ചെയ്യാം. അപ്പോൾ നമുക്കത് പറയാതെ തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ആരെയാണ് ബാധിക്കാൻ പോകുന്നത്. കാരണം ഓൾറെഡി തന്നെ ഈ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ പിന്നെ നേഴ്സസ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് ഇവരെയൊന്നും ഈ പുതിയ PR സിസ്റ്റം ബാധിക്കാൻ പോകത്തില്ല എന്ന് ന്യൂസുകൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ അത് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ക്ലാരിഫിക്കേഷന് വേണ്ടി. ബാക്കിയെല്ലാം അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ളതുകൊണ്ട് അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതാണ് വരാൻ പോകുന്നതെന്നുള്ള കാര്യം. കാരണം അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് 10 വർഷം എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. അൺസ്കിൽഡ് ജോബിൽപ്പെട്ട ആൾക്കാർക്ക് 10 വർഷത്തെ സമയമാണ് കൊടുക്കുന്നത് PR കിട്ടാനായിട്ട്. 10 വർഷത്തെ സമയം കൊടുക്കും. 10 വർഷത്തെ സമയം കൊടുത്തിട്ട് പോയിന്റ് സിസ്റ്റം ബേസ് ചെയ്ത്, ഇത് മറ്റേ കാനഡയിലും മറ്റുമൊക്കെയുള്ള കാര്യമാണ് ഈ പോയിന്റ് സിസ്റ്റം എന്ന് പറയുന്നത്, PR പുതിയ നിയമം. അപ്പോൾ അത് നോക്കിയിട്ട് ഇവരുടെ പോയിന്റ് സിസ്റ്റം ബേസ് ചെയ്ത് അവർ പോയിന്റ് നല്ല രീതിയിലുണ്ടെങ്കിൽ, രാജ്യത്തിന് കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്തിട്ട് അവർ പ്രൊഫൈലെല്ലാം നോക്കി 10 വർഷത്തെ ഒരു പ്രൊഫൈൽ മൊത്തം നോക്കിയിട്ട് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അവർക്ക് PR കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് വരുന്നുള്ള കാര്യം? അതായത് ഈ കുറച്ച് ആൾക്കാർക്ക് മാത്രമായിട്ട് എന്തിനാണ് ഈ 10 വർഷ ഗ്യാപ്പ് എന്ന് ചോദിച്ചപ്പോൾ അതിനും ഒരു കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ പറയുന്നതെന്ന് വെച്ചാൽ 2020 ശേഷം വരാൻ പോകുന്ന 2027 വരെയും ഏകദേശം 10-15 ലക്ഷത്തോളം ആൾക്കാർ PRന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. സോ ഇത്രയും ആൾക്കാരോട് PRന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അത്രയും ആൾക്കാർക്ക് ഞങ്ങൾക്ക് PR കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ PR കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല UKയുടെ, ബ്രിട്ടൻ്റെ സാമ്പത്തിക സ്ഥിതി എന്നവർ പറയുന്നു. സോ അങ്ങനെയുള്ളത് കൊണ്ട് അതിനകത്ത് നിന്നും വേണ്ടപ്പെട്ട ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്ത്, വേണ്ടപ്പെട്ട ആൾക്കാർ ആരാണെന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അവരെ മാത്രം സെലക്ട് ചെയ്ത് ബാക്കിയുള്ള ആൾക്കാരെയെല്ലാം 10 വർഷത്തെ ഗ്യാപ്പാണ് അവർക്ക് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. ഈ 10 വർഷത്തെ സമയം കൊടുക്കുന്നതെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള ഒരു കോടികൾ പൈസ അവരിലോട്ട് എത്തും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം കോൺട്രിബ്യൂഷൻ എന്ന് ഉദ്ദേശിച്ചത് മാത്രമല്ല, അവരുടെ നിലയിലോട്ട് ഒരു എമൗണ്ട് എത്തുകയും ചെയ്യും, ഇവിടുന്ന് പോകേണ്ടവർക്ക് പോവുകയും ചെയ്യും എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങളൊന്ന് മനസ്സിലാക്കുക, 10 വർഷത്തെ സമയം പറയുന്നു. 10 വർഷം എന്ന് പറയുമ്പോൾ 3 വർഷം വിസ റിന്യൂ ചെയ്യേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 10 വർഷം ആയിട്ടാണ് PR കിട്ടുന്നതെന്ന് ആലോചിക്കുക. അവർ എത്ര തവണ വിസ റിന്യൂ ചെയ്യണം? 4 അംഗ ഫാമിലിയിൽപ്പെട്ട ആൾക്കാർ, 4 കുടുംബം അടങ്ങുന്ന ഫാമിലിയിൽപ്പെട്ട ആൾക്കാർ 3 വർഷം വിസ അത് റിന്യൂ ചെയ്യണമെങ്കിൽ 3 വർഷം, 6 വർഷം, 9 വർഷം. അപ്പോൾ എത്ര ലക്ഷം രൂപ മുടക്കണം? ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ മണി വെച്ച് ഏകദേശം ഒരു 13.5 ലക്ഷം രൂപ മുടക്കണം ആദ്യത്തെ ഒരു വിസ റിന്യൂവലിന് വേണ്ടി മാത്രം തന്നെ. അതായത് ഒരാൾക്ക് ഏകദേശം 3000 പൗണ്ട് സംതിങ് ആണ് വിസ റിന്യൂ ചെയ്യുന്നത്. അങ്ങനെ 4 പേരുള്ളപ്പോൾ തന്നെ ഏകദേശം 13.5 ലക്ഷം രൂപ ഒറ്റത്തവണ തന്നെ വിസ റിന്യൂ ചെയ്യുന്നതിനാവും. അങ്ങനെ 3 തവണ വിസ റിന്യൂ ചെയ്യുമ്പോൾ തന്നെ എത്ര ലക്ഷം രൂപ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. മുടക്കി കഴിച്ച ശേഷം അവർ പറയാണ് PR ഇല്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അതൊരു ലോട്ടറി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ ഒരു നിയമമായിട്ടില്ല, നിയമത്തിൻ്റെ ചവിട്ടുപടിയാണ്. ഇനി ഇത് പാർലമെൻറ്റെല്ലാം ചർച്ചയെല്ലാം കഴിഞ്ഞ ശേഷം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് എല്ലാം കഴിഞ്ഞ് ചർച്ചയെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ ഇത് നിയമമായിട്ട് പുറത്തിറങ്ങത്തുള്ളൂ. നിയമമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇവരുടെ പാർട്ടിക്കാരാണ് ഏറ്റവും കൂടുതൽ പാർലമെൻറ്റിലുള്ളത്. ഈ ലേബർ പാർട്ടി ആൾക്കാർ ഏറ്റവും കൂടുതൽ പാർലമെൻറ്റിലുള്ളത്. അപ്പം അവരുടെ ആൾക്കാർ തന്നെ ഇത് സംസാരിച്ച് അവരുടെ ആൾക്കാർ തന്നെ ഇത് നിയമമാക്കി മാറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനിയിപ്പം അവരുടെ ആൾക്കാർ കുറവാന്ന് തന്നെ ഇരിക്കട്ടെ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ഇറക്കിയാണ് റിഫോം പാർട്ടി, കൺസർവേറ്റീവ് പാർട്ടി. ഇവരെന്താ പറയുന്നത്? റിഫോം പാർട്ടി പറയുന്നു ഞങ്ങൾ PR ഇല്ലാതാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി പറയുന്നത് ഞങ്ങൾ 15 വർഷമാക്കിയിട്ട് PR കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഇതിനടുത്ത് ഒരിടത്തും നമുക്കൊരു അനുകൂല സംഭവങ്ങളൊന്നും പറയാനില്ല. ഇനി നമുക്കൊരു അനുകൂല സംഭവം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു പെറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കൊരു പെറ്റീഷൻ സ്റ്റാർട്ട് ചെയ്ത് നിലവിൽ ഇപ്പോൾ UKയിൽ ബാധിക്കുന്ന ആൾക്കാരെ, നിലവിൽ UKയിലുള്ളവരെ ബാധിക്കുന്ന നിയമമല്ലാത്ത രീതിയിലുള്ള നിയമമായിരിക്കണം ഇതെന്നും പറഞ്ഞൊരു പെറ്റീഷൻ സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം വോട്ട് അതിനകത്ത് രേഖപ്പെടുത്തുക, എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് മാക്സിമം വോട്ട് രേഖപ്പെടുത്തി അത് പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് എത്തുന്നതിനും വരെ നമ്മൾ മാക്സിമം വോട്ടിൽ അത് എത്തിച്ച് പാർലമെൻറ്റിലേക്ക് എത്തിക്കുക. അങ്ങനെ മാക്സിമം വോട്ട് എത്തിച്ച് പാർലമെൻറ്റിലോട്ട് എത്തിക്കുന്ന സമയത്ത് പാർലമെൻറ്റിൽ എത്തിക്കുന്ന സമയത്ത് ഒരു പക്ഷേ അത് ചിലപ്പോൾ പാർലമെൻറ്റിൽ സംസാരിച്ച് വിജയിച്ചേക്കാം. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന കാര്യമില്ല. അത് മാത്രമേ ഇപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുള്ളൂ. അല്ലാതെ വേറൊന്നും നമുക്കിവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം ഇതെല്ലാം
പറയാതെ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ. കാരണം എനിക്ക് നേരത്തെ വേണമെങ്കിൽ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്യാമായിരുന്നു. ഞാൻ ചെയ്യാമെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ഒഫീഷ്യൽ ഇൻഫർമേഷൻ വരാതെ നമുക്ക് ചെയ്യത്തില്ല. നമ്മളെല്ലാവരും ഒരു 99% ആശ്വാസമായിട്ടിരുന്നു, സമാധാനമായിട്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതുവരെയായിട്ടും UK യിലുള്ളവരെ ബാധിക്കുന്ന ഒരു നിയമം വന്നിട്ടില്ല എന്നുള്ളത്. അത് ശരിയാണ്, ഇതുവരെയായിട്ടും അങ്ങനെ ഒരു നിയമം വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇതതുപോലല്ല. കാരണം ഈ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ഇറങ്ങുന്നതിന് മുന്നേ ഇത് നേഴ്സുമാരെ, ഡോക്ടേഴ്സിനെ, എഞ്ചിനീയേഴ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂസ് അതിൻ്റെ പുറത്ത് വിട്ടു. ഇതിനകത്തത് പറഞ്ഞിട്ടില്ല. അതിനുശേഷം കെയർ വിസ 2028 വരെ അവർ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. 2028 വരെ കെയർ വിസ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ ആവശ്യത്തിന് ആൾക്കാരുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാരുണ്ട്. ഇതിപ്പോൾ ജോലിക്ക് പോയാലും ഇല്ലെങ്കിലും ഇഷ്ടംപോലെ ആൾക്കാർ, ഡിപ്പെൻസ് ആയിട്ടുള്ള ആൾക്കാർ, അവരെല്ലാം തന്നെ ഈ കെയർ വിസയിലും അതുപോലെ സപ്പോർട്ട് വർക്കറും ഒക്കെ ആയിട്ട് അവർക്ക് എടുക്കാൻ പറ്റും. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷം ഇവിടെ ആളില്ലെങ്കിൽ മാത്രം എടുത്താൽ മതി പുറത്തുനിന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അവരെ അപ്പോൾ ലാസ്റ്റ് ഗ്രേഡിലാണ് തള്ളിയിരിക്കുന്നത്, അൺസ്കിൽഡ് ജോബിലെ ആൾക്കാർ. അതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പിന്നെ ഡിപ്പെൻസ് ആയിട്ട് നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്കും എന്താ പറഞ്ഞിരിക്കുന്നത്, അവർക്ക് ചുമ്മാ കയറി വരാൻ പറ്റുമോ? ഇപ്പോൾ സ്കിൽഡ് വർക്കർ വിസയിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും, സ്കിൽഡ് വർക്കർ വിസയിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർ ഡിപ്പെൻസ് ആയിട്ട് ചുമ്മാ കയറി വരാൻ പറ്റത്തില്ല. അവരോടും എന്താ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ വേണം. പിന്നെ എന്താണ്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് ഉണ്ടാവും. ഇംഗ്ലീഷ് ടെസ്റ്റ് എന്ന് പറയുന്നത് ചുമ്മാ ഇംഗ്ലീഷ് ടെസ്റ്റ് ഒന്നും അല്ല, നല്ല രീതിയിൽ തന്നെ കാണും. അത് വിസയ്ക്കുണ്ടാവും, വിസ റിന്യൂ ചെയ്തതിനുണ്ടാവും, സെറ്റിൽമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം എന്താ ഉദ്ദേശിക്കുന്നത്, സ്കില്ല്, അതായത് കഴിവുള്ള ആൾക്കാരെയാണ് കൂടുതൽ ഇങ്ങോട്ട് എടുക്കുന്നുള്ളൂ. ഞങ്ങൾ താല്പര്യം അതാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ അവർ സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ഇതാണ് ഇവർ പറഞ്ഞു വെക്കുന്നൊരു കാര്യം. ഇതിനകത്ത് ഇനി നിയമം എപ്പം വരുമെന്നുള്ള കാര്യത്തിൽ നമുക്കൊന്നും അറിയില്ല. കാരണം ഇത് പാർലമെൻറ്റ് ചർച്ചയെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ നിയമം വരുള്ളൂ. അപ്പം ഈ ഒരു സിസ്റ്റം വന്നു കഴിയുന്നത് വളരെ നമ്മുടെ ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാകുന്ന രീതി തന്നെയാണ്. കാരണം ഇത്രയും വർഷം നമ്മളിവിടെ പണിയെടുക്കും. ഇപ്പോൾ 10 വർഷമാണെന്ന് പറയുന്നു. 10 വർഷം വരെ നമ്മളിവിടെ പണിയെടുക്കുകയാണ്. 10 വർഷം വരെ പണിയെടുത്തിട്ട് അവസാനം അത്രയും നാളും പിന്നെ കലത്തിന് മുകളിൽ തിരിച്ചു വെച്ച് വെള്ളം ഒഴിച്ചെടുത്ത് ഉടച്ച് കളയുന്ന പരിപാടി എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു അവസ്ഥയിലോട്ട് പോകാം. അതൊരു ലോട്ടറിയാണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അതൊരു കൺഫേം എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ലോട്ടറി PR എന്ന് മാത്രമേ 10 വർഷം PR നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതൊരു നല്ലൊരു എന്താ പറയുന്നത് ചാൻസസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടുന്ന് ഒത്തിരി ആൾക്കാർ മൂവ് ഔട്ട് ആകാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സോ അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്നും എനിക്ക് തോന്നുന്നു, ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വന്നില്ലെങ്കിൽ. കാരണം 10 വർഷം വരെ നിന്നിട്ട് നമ്മൾ ഇത്രയും പൈസയും മുടക്കി നമ്മൾ ഉണ്ടാക്കുന്നതിൽ നല്ലൊരു ശതമാനം തന്നെ വിസ റിന്യൂവിന് പോകും. ഞാനീ പറഞ്ഞ പോലെ 4 അംഗ ഫാമിലിയിലെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. അതിന് മുകളിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൈസയാവും. അതുപോലെ തന്നെ ടാക്സിന് വേണ്ടി നമ്മൾ എത്ര രൂപ കൊടുക്കുന്നു, ഇതെല്ലാം മുടക്കിയിട്ട് നമ്മുടെ ശരീരം കളഞ്ഞിവിടെ നമ്മൾ കഷ്ടപ്പെടുന്നു, നമ്മുടെ സമയം കളഞ്ഞിവിടെ കഷ്ടപ്പെടുന്നു, നമ്മളുണ്ടാക്കുന്ന പൈസ കളഞ്ഞിവിടെ കഷ്ടപ്പെടുന്നു. എന്നിട്ട് അവസാനം PR കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ PRൻ്റെ പൈസയും കിട്ടത്തില്ല, നമ്മുടെ പൈസയും പോവും, നമ്മുടെ എന്താ പറയുക ശരീരവും പോവും, നമ്മുടെ സമയവും പോവും, എല്ലാം പോവും. സോ അങ്ങനെയുള്ളതുകൊണ്ട് അതൊരു ലോട്ടറി PR ആണ്. അതിനോട് എനിക്കൊട്ടും താല്പര്യമില്ല നിയമം വന്നു കഴിഞ്ഞാൽ. സോ അതാണ് നമ്മുടെ പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ്. സോ വളരെ ഒരു നിരാശയായിട്ടുള്ളൊരു അപ്ഡേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയെങ്കിലും തള്ളിപ്പോയാൽ മതി എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നത്. തള്ളിപ്പോയി കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു പെറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ മാക്സിമം നോക്കുക. എല്ലാവരും മാക്സിമം, നമ്മളെ കൊണ്ടത് മാത്രമേ ഇപ്പോൾ പറ്റുള്ളൂ, വേറെ വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒരു പെറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനകത്ത് മാക്സിമം വോട്ട് കുത്തി നിറച്ചിട്ട് പാർലമെൻറ്റിലോട്ട് എത്തിക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു ഭാഗ്യം വഴി തള്ളിപ്പോയാൽ പോയി, ഇല്ലെങ്കിൽ കിട്ടി എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. സോ നിങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ.